മഹാരാഷ്ട്രയിലേക്ക് തന്നെ ആദ്യം പോകണം. മഹാരാഷ്ട്രയിലെ മഹാനാടകത്തിന് ക്ലൈമാക്സ്. ഒരാഴ്ചയിലേറെ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ വിശ്വാസ വോട്ടെടുപ്പ് നേരിടണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശത്തോടെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രാജിവെച്ചു. രാത്രി വൈകി ഗവർണറെ നേരിട്ട് കണ്ടാണ് ഉദ്ധവ് രാജിക്കത്ത് നൽകിയത്. അകമ്പടിയായി ശിവസേന പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഒരാഴ്ചയിലേറെ നീണ്ട മഹാനാടകത്തിന് മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ രാജിയോടെ തിരശ്ശീല വീണു. വിശ്വാസ വോട്ടെടുപ്പ് തടയണമെന്ന ഹർജിയിൽ സുപ്രീം കോടതിയിൽ നിന്ന് തിരിച്ചടിയേറ്റതോടെ നിമിഷങ്ങൾക്കകം രാജിപ്രഖ്യാപനമുണ്ടായി. ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഉദ്ധവ് താക്കറെ കൂടെ നിന്നവരോടുള്ള നന്ദിയും വിമത ക്യാമ്പിലേക്ക് കൂറുമാറിയവരെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, NCP അധ്യക്ഷൻ ശരത് പവാർ എന്നിവർക്ക് നന്ദി അറിയിച്ചു. ബാൽ താക്കറെയുടെ സ്വപ്നത്തിനായാണ് പോരാടിയതെന്നും യഥാർത്ഥ ശിവസൈനികർ തനിക്കൊപ്പമുണ്ടെന്നും ഉദ്ധവ് താക്കറെ പ്രതികരിച്ചു. मुख्यमंत्री पदाचा देखील त्याग करत आहे. कारण नसताना उद्या जे काही बंदोबस्तामध्ये शिवसैनिकाचं रक्त सांडेल त्या पापाचे धनी जे असतील त्यांना होऊ द्या, मी नाही होणार. എന്നാൽ മഹാരാഷ്ട്രയിൽ തന്ത്രപരമായ നീക്കമാണ് BJP ഇത്തവണ നടത്തിയത്. നീക്കം ഫലം കണ്ടതോടെ BJP സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഗവർണറെ കണ്ടേക്കും. കൂടാതെ ഏക്നാഥ് ഷിൻഡെയുമായി BJP നേതാക്കൾ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. മഹാരാഷ്ട്രയിൽ ഇതിനിടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ അത് BJP നേരത്തെ തുടക്കം കുറിച്ചിരുന്നു. അത് ഇന്ന് അവർ ഗവർണറെ കാണാനിരിക്കുകയാണ്. ദേവേന്ദ്ര ഫട്നാവിസ് രാജ്ഭവനിലെത്തിയാകും ഗവർണറെ കാണുക. അതേസമയം ശിവസേന വിമതർ ഉടൻ മുംബൈയിൽ എത്തില്ലെന്നാണ് സൂചന. സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു മുൻപ് എത്തിയാൽ മതിയെന്നാണ് BJPയുടെ നിർദ്ദേശം. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഏതായാലും വിമതരുടെ പക്ഷം അവരത് അത്തരത്തിൽ വിജയം കണ്ടിരിക്കുന്നു. BJP സർക്കാർ രൂപീകരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പും വന്നിരിക്കുന്നു. ഈ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ധാരണകൾ നേരത്തെ തന്നെ എത്തിയിരുന്നു. മന്ത്രിമാരുടെ എണ്ണത്തിലടക്കം എന്ന കാര്യത്തിലൊക്കെ നേരത്തെ ചില സൂചനകളുണ്ടായിരുന്നു. അതനുസരിച്ച് 15ഓളം മന്ത്രിമാരെങ്കിലും വിമതപക്ഷത്തിൽ ഉണ്ടാകും എന്നുള്ള വിവരങ്ങളുമൊക്കെ പുറത്തു വരുന്നു. ഇന്ന് തന്നെ ഗവർണറെ കാണാനാണോ സാധ്യത? ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മിഥുൻ ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് വേണ്ടി BJP നേതൃത്വം മുന്നിട്ടിറങ്ങിയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ BJP ക്യാമ്പിൽ വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് 2019 കൈവിട്ടു പോയ ഭരണം തിരികെ പിടിക്കാനായതിൻ്റെ ഒരു ആത്മവിശ്വാസവും ഒപ്പം തന്നെ അതിലുള്ള ഒരു വീറും വാശിയും എല്ലാം തന്നെ BJPയുടെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ പ്രവർത്തകരുടെ മുഖത്തും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട്. രാത്രി വൈകിയോടുകൂടി ഗവർണറെ കാണുമെന്നുള്ളൊരു വിവരം ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്നുവെങ്കിൽ പോലും തന്നെ ഇന്നത്തേക്ക് മറ്റ് ചർച്ചകൾ, അതായത് വിമത MLA-മാരുമായിട്ടുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് വെളുപ്പിനെ അതായത് ഗോവയിലുള്ള വിമത MLA-മാരുമായി ഗോവ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ BJPയുടെ നിലപാടുകൾ അറിയിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ ഇന്ന് മുംബൈയിലേക്ക് ഈ MLA-മാർ തിരികെ എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ ഉടനടി തന്നെ മുംബൈയിലേക്ക് തിരികെ എത്തണ്ട എന്നുള്ളൊരു നിർദ്ദേശം BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇനിയും ഒരു കുതിരക്കച്ചവടത്തിലുള്ള സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ BJP മുന്നിൽ കാണുന്നു. കാരണം ഈ MLA-മാർ തിരികെ മഹാരാഷ്ട്രയിലെത്തിയാൽ വീണ്ടും അവരെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നുള്ള സാധ്യതകൾ മുന്നിൽ കാണുന്നു, അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ വിമതർ മുംബൈയിലേക്ക് മടങ്ങേണ്ട എന്നുള്ളൊരു നിർദ്ദേശം BJP നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം രാജ്യപ്രഖ്യാപനത്തിനിടെ ബാൽ താക്കറെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഉടനടി തന്നെ മുഖ്യമന്ത്രി കസേരയിലേക്ക് തങ്ങൾ തിരികെ എത്തും, മഹാവികാസ് അഘാടി സർക്കാർ അധികാരത്തിലേറുമെന്നുള്ളൊരു പ്രഖ്യാപനമടക്കം ശിവസേന നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു വിമതരെ വീണ്ടും അനുനയിപ്പിക്കാനുള്ള ശ്രമം ശിവസേനയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമോ എന്നുള്ളൊരു കണക്കുകൂട്ടൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആശങ്ക BJP നേതൃത്വം തള്ളിക്കളയുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വിമതർ ഉടനെ എത്തണ്ട എന്നുള്ളൊരു നിർദ്ദേശം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ പ്രമോദ് സാവന്ത് അടക്കമുള്ള നേതാക്കൾ BJP നേതൃത്വമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മന്ത്രിസഭാ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഏക്നാഥ് ഷിൻഡെയുമായി ഒരു ധാരണയിൽ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് സത്യപ്രതിജ്ഞ നടക്കുന്ന വേളയിൽ മാത്രം മറ്റ് വിമത ക്യാമ്പിലുള്ള MLA-മാർ തിരികെ മുമ്പിലേക്ക് എത്തിയാൽ മതി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏക്നാഥ് ഷിൻഡെയുമായി മാത്രം കൂടിക്കാഴ്ചകൾ നടത്തും. ഒപ്പം തന്നെ മറ്റ് MLA-മാരെ കൂടിയാലോചിപ്പിക്കേണ്ട വേളയിൽ അപ്പോൾ ആ സന്ദർഭങ്ങളിൽ മാത്രം കൂടിയാലോചനകൾ നടത്തും തുടങ്ങിയ കാര്യങ്ങളാണ് BJP നേതൃത്വം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ മന്ത്രിതല ചർച്ചകൾ, അതായത് എന്തായാലും മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ തന്നെ വിമത നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ സൂറത്തിലെ ഗുവാഹത്തിയിലെ റിസോർട്ടിലുണ്ടായിരുന്നപ്പോൾ BJP നേതൃത്വം കൂടിക്കാഴ്ച നടത്തുകയും ഈ വാഗ്ദാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഈ നിലവിലെ സാഹചര്യം അനുസരിച്ച് ബിജെപിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തിനൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം തന്നെ ബിജെപി സ്വന്തമാക്കുമെന്നുള്ള കാര്യമുണ്ട്. ഒപ്പം തന്നെ ഷിൻഡെ പക്ഷത്തിന് 15 വീതം
മന്ത്രി പദങ്ങൾ നൽകുമെന്നുള്ള വിവരം അറിയുന്നുണ്ട്. ഒപ്പം തന്നെ ഏക്നാഥ് ഷിൻഡെയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും BJP നേതൃത്വം എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു നീക്കം, അതായത് മുൻകാലങ്ങളിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ട പോലുള്ള ഒരു രീതിയായിരുന്നില്ല BJP നേതൃത്വം ഈ ഒരു ഘട്ടത്തിൽ മഹാരാഷ്ട്രയിൽ പ്രയോഗിച്ചത്. അത്തരത്തിൽ പിന്നിൽ നിന്നുകൊണ്ട് തന്നെ വിമതരെ പിന്തുണയ്ക്കുന്ന നടപടിയിലേക്ക്, അല്ലെങ്കിൽ വിമതർക്ക് വേണ്ട സഹായകവും ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള നിർദ്ദേശമായിരുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. കാരണം മുൻകാലങ്ങളിലുണ്ടായി വലിയ തിരിച്ചടി ഇത്തരത്തിൽ BJPക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടാതെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടും ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ചടുലമായ നീക്കം തന്നെയായിരുന്നു BJP ക്യാമ്പ് നടപ്പിലാക്കിയത്. അത് വിജയം കാണാൻ BJP നേതൃത്വത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വിശേഷിപ്പിക്കാനുള്ളത്. അതിനുശേഷം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന നാടകീയ രംഗങ്ങൾക്ക് ശേഷം രാത്രി നിയമ പോരാട്ടങ്ങളിലേക്ക് നടങ്ങിയതിനു ശേഷം ഏകദേശം 3.5 മണിക്കൂറോളം സുപ്രീം കോടതിയിൽ വാദപ്രതിവാദങ്ങൾ നീണ്ടുനിന്നതിനു ശേഷം ഉടനടി തന്നെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം എത്തുകയും ചെയ്തു. അതിനുശേഷം രാത്രി വൈകിയോടുകൂടി അദ്ദേഹം ഗവർണറെ സന്ദർശിക്കാനായി പുറപ്പെടുകയും ചെയ്തു. നിരവധി ശിവസേന പ്രവർത്തകർ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് പിന്തുണയായി എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉദ്ധവ് താക്കറെയുടെ രാജിവെച്ചിറങ്ങുമ്പോൾ ഇനി അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്, അദ്ദേഹത്തിന്റെ നീക്കം എന്താണ്, ഒപ്പം തന്നെ ശിവസേനയുടെ ഭാവി മഹാരാഷ്ട്രയിൽ സംബന്ധിച്ച് എന്താണ് എന്നുള്ള കാര്യത്തിലും ഇന്നൊരു ചിത്രം വ്യക്തമാകുമെന്ന് തന്നെയല്ലേ ഉദ്ധവ് താക്കറെ വ്യക്തമാക്കുന്നു. മഹാ അഘാടി സഖ്യം അത് ആ തരത്തിൽ നിലനിൽക്കുമെന്നല്ലേ? വരും തെരഞ്ഞെടുപ്പിലുമൊക്കെ കോൺഗ്രസുമായും NCPയുമായും ചേർന്ന് സഖ്യമായി മത്സരിക്കാനുള്ള നിലപാടിലാണോ, അതോ പുതിയ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ശിവസേന ഒരു പുനർവിചിന്തനം നടത്തുമോ? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ ഒരു രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മഹാവികാസ് അഘാഡിക്കൊപ്പം തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ നേരത്തെ തന്നെ ഉദ്ധവ് താക്കറെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരുന്നു. അതായത് പാർട്ടി കൈവിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ സംഘടനാപരമായ രീതിയിലുള്ള പോരാട്ടം ഏക്നാഥ് ഷിൻഡെക്കെതിരെ ഉദ്ധവ് താക്കറെ നടത്തുകയും ചെയ്തിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള വലിയൊരു രീതിയിലുള്ള പ്രവർത്തകരുടെ പിന്തുണ ഉദ്ധവ് പക്ഷത്തിന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ സാമാജികരുടെ പിന്തുണ ഉറപ്പാക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും തന്നെ പാർട്ടി നേതൃത്വത്തെ ഒപ്പം നിർത്താനും ഒപ്പം തന്നെ ശിവസേന എന്ന പാർട്ടി തങ്ങൾക്കൊപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെയുടെ പക്ഷത്തു നിന്നും ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും ഉദ്ധവ് താക്കറെ കടക്കുക എന്ന് മനസ്സിലാക്കുന്നു. അതേസമയം ഏക്നാഥ് ഷിൻഡെയുടെ ഭാഗത്തു നിന്നും വലിയ നീക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇന്ന് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാണാനുള്ള ഒരു നീക്കം ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു. ഇതിന് ചുക്കാൻ പിടിക്കുന്നത് BJP തന്നെയാണ്. അതായത് പ്രധാനമായും ശിവസേനയുടെ ചിഹ്നമടക്കം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അതായത് തങ്ങളാണ് 2/3 ഭാഗവും MLA-മാർ തനിക്കൊപ്പമുണ്ട്, സാമാജികരെല്ലാം തനിക്കൊപ്പമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഏക്നാഥ് ഷിൻഡെ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാനുള്ള ഒരു നീക്കവും ഉണ്ടാകുമെന്ന് അത്തരത്തിൽ മഹാരാഷ്ട്രയിൽ നീക്കങ്ങൾ സജീവമാണ്. ഇന്നലെ ഉദ്ധവ് രാജിവെച്ചതിന് ശേഷം ഇന്നും സർക്കാർ രൂപീകരണം ഒപ്പം പുതിയ പാർട്ടി രൂപീകരണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ BJPയും വിമതപക്ഷവും വ്യാപൃതരായിരിക്കും. മഹാരാഷ്ട്രയിൽ നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. അതായത് ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയാകും, ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും, 15ഓളം മന്ത്രിമാരെങ്കിലും വിമതപക്ഷത്തിലുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സൂചനകൾ. MG മിഥുനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. സ്വപ്ന സുരേഷ് ഇന്ന് EDക്ക് മുൻപിൽ ഹാജരായേക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഇന്നലെ സ്വപ്ന ഹാജരായിരുന്നില്ല. KT ജലീലിനെതിരെ അടക്കം കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്ന് സ്വപ്ന ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തൽ നടത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകുന്നില്ല. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. അനീഷ, ഇന്നലെ സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അലയൊലി മാറുന്നില്ല. കാരണം പുതിയ കാര്യങ്ങൾ ഓരോ ദിവസം സ്വപ്നയുടെ വാക്കുകളായി പുറത്തു വരികയാണ്. സർക്കാരിനെ അത് കുറച്ചൊന്നുമല്ല പ്രതിരോധത്തിലാക്കുന്നത്. KT ജലീലിനാണ് അടുത്ത ടാർഗറ്റ്. ഇന്നലെ വ്യക്തമായി പറഞ്ഞിരുന്നു ജലീലിനെതിരായ നിയമവിരുദ്ധമായ കാര്യങ്ങളുടെ തെളിവുകൾ തന്റെ പക്കലുണ്ട് എന്ന്. ഇന്ന് EDക്ക് മുന്നിൽ ഹാജരാകുമോ സ്വപ്ന? സ്വാഭാവികമായും ആ സമയത്ത് മാധ്യമങ്ങളെ കാണാനുള്ള സാഹചര്യമുണ്ടോ? കൂടുതൽ വെളിപ്പെടുത്തൽ പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, ഇന്നലെ EDക്ക് മുമ്പിൽ ഹാജരാവേണ്ടതായിരുന്നു. എന്നാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഇന്നലെ ചോദ്യം ചെയ്യലിൽ നിന്നും അവർ ഒഴിവായത്. പക്ഷേ ഇന്ന് EDക്ക് മുമ്പാകെ ഹാജരാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 11 മണിയോടുകൂടി ED ഓഫീസിൽ എത്തിയേക്കും എന്ന സൂചനകളും ലഭിക്കുന്നു. എന്തായാലും EDക്കൊപ്പം തന്നെ ക്രൈംബ്രാഞ്ചും സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യുന്നതിനായി നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും EDയുടെ ചോദ്യം ചെയ്യൽ തുടരുന്ന സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഹാജരാവാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വപ്ന സുരേഷ് എടുത്തിരിക്കുന്നത്. എന്തായാലും ക്രൈംബ്രാഞ്ച്
ഉദ്യോഗസ്ഥരും സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു. ഏത് തരത്തിലുള്ള നടപടികളുമായാണ് സ്വപ്ന സുരേഷ് മുന്നോട്ട് പോകുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു. എന്തായാലും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സഭയിൽ നടത്തിയ കാര്യങ്ങൾക്കെതിരെ നിശ്ചിതമായ വിമർശനവുമായി ആഞ്ഞടിച്ചാണ് സ്വപ്ന സുരേഷ് രംഗത്തെത്തിയത്. സ്വകാര്യമായ കാര്യത്തിനായി മുഖ്യമന്ത്രി ഈ ഷാർജ ഭരണാധികാരിയുമായുള്ള ബന്ധം ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് മുന്നോട്ട് വെച്ചത്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് സ്പ്രിംഗ്ലർ അടക്കമുള്ള സ്ഥാപനവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും അത് ഈ ഡാറ്റ കേരളത്തിൽ നിന്നും ചോർത്തിക്കൊണ്ടു പോകുന്നതിനുള്ള നീക്കം നടത്തിയെന്നടക്കമുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ചു. ഇതിന്റെ തുടർച്ചയായാണ് KT ജലീലിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തും എന്ന് പറഞ്ഞത്. എന്തായാലും കോഴിക്കോട് വെച്ച് നടത്തേണ്ട ഷാർജ ഭരണാധികാരിയുടെ ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് മുഖ്യമന്ത്രിയുടെ പ്രേരണ നിമിത്തമാണ് എന്ന് സ്വപ്ന പറഞ്ഞിരുന്നു. ഇതിന് വലിയ പദ്ധതികൾ തയ്യാറാക്കി നിരന്തരം കോൺസുലേറ്റുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഇത്തരമൊരു മാറ്റം നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ KT ജലീലിന് എന്താണ് ഈ നിയമവിരുദ്ധ ഇടപാടുകളിൽ പങ്ക് എന്നതിനെക്കുറിച്ചാണ് അടുത്തത് കൃത്യമായി അക്കമിട്ട് കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നത്. നേരത്തെ ഖുറാനും കേരളത്തിലേക്ക് എത്തിച്ചതും ഈന്തപ്പഴം എത്തിച്ചതുമൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദക്കുരുക്കിലാവുകയും അദ്ദേഹത്തെ കസ്റ്റംസ് അടക്കമുള്ള ഏജൻസികൾ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് താൻ കേസിൽ കുറ്റവിമുക്തനായി, അല്ലെങ്കിൽ തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട യാതൊരു വിവരവുമില്ല, വളരെ സമഗ്രമായ ചോദ്യം ചെയ്യൽ ഒപ്പം ക്രൈംബ്രാഞ്ച് സംഘവും സ്വപ്നയെ വിളിപ്പിച്ചിട്ടുണ്ടല്ലോ. ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇതുവരെ സ്വപ്ന ഹാജരായിട്ടില്ല. EDക്കാണ് സ്വപ്ന പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്നലെയൊക്കെ സ്വപ്ന പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ ഈ പറഞ്ഞ പോലെയുള്ള കൂടിക്കാഴ്ചകളുടെ അടക്കം കൗൺസിൽ ജനറലുമായുള്ള കൂടിക്കാഴ്ചയുടെ അടക്കം ദൃശ്യങ്ങൾ തൻ്റെ പക്കലുണ്ട്. അത് ആ തരത്തിൽ കൈമാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഓരോ ദിവസവും EDയെ കാണുമ്പോൾ പുതിയ പുതിയ തെളിവുകൾ കൂടി സ്വപ്ന കൈമാറുന്നുണ്ടോ? അത്തരം ചില സൂചനകളും വരുന്നുണ്ടല്ലോ. തീർച്ചയായും ഓരോരോ പുതിയ വിവരങ്ങൾ കൈമാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ ലഭിക്കുന്നത്. കാരണം ഓരോ ഘട്ടത്തിലായി ആദ്യ ദിനം ചോദ്യം ചെയ്തപ്പോൾ ഈ കോൺസുലേറ്റ് ജനറലുമായുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഇടപെടലുകളെക്കുറിച്ചാണ് വിശദീകരണം നൽകിയത്. പിന്നീട് മുഖ്യമന്ത്രിക്ക് ഈ കൃത്യത്തിൽ, അല്ലെങ്കിൽ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയും കുടുംബവും ഏത് രീതിയിൽ ബന്ധപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഓരോ തരത്തിലും ആരൊക്കെയുമായി ബന്ധപ്പെട്ടാണ് ഈ നിയമവിരുദ്ധ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ നടത്തിയത് എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന മൊഴിയാണ് നൽകിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമുള്ളത്, ഈ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നിരസിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേസിൽ വിശദമായ വാദം കേൾക്കുന്നതിനായി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അറസ്റ്റ് നടത്താനുള്ള നീക്കമോ അല്ലെങ്കിൽ സ്വപ്നയെ ചോദ്യം ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും ഒരു ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടാകുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. എന്തായാലും ഇന്നലെ ചോദ്യം ചെയ്യലിന് EDയുടെ മുമ്പാകെ ഹാജരാവാതിരുന്ന സ്വപ്ന ഇന്ന് ഹാജരാകുന്നു. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും ഹാജരാവുന്നത് നീക്കിവെച്ച് ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തയ്യാറാവാതെ EDയുടെ ചോദ്യം ചെയ്യലിലേക്ക് കൂടുതൽ ദിനങ്ങൾ സ്വപ്ന സുരേഷ് മാറുമോ എന്നതും കണ്ടറിയേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും സ്വപ്നയുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. കാരണം ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ സ്വപ്ന പറയുന്നു, സ്പഷ്ടമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, തെളിവുകൾ ഉണ്ട് എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇത് ചില്ലറയൊന്നുമല്ല സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. സ്വപ്ന സുരേഷിന്റെ പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നിയമസഭ ചേരുക. കഴിഞ്ഞ ദിവസം സഭയിൽ സ്വർണ്ണക്കടത്ത് ആരോപണം ചർച്ചയായതിന് പിന്നാലെ ഇന്നലെ സ്വപ്ന കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കും. ഉമേഷ്, ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്വപ്ന സുരേഷിന്റെ ആരോപണം, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണം സഭയുടെ രണ്ടാം ദിവസം പ്രതിപക്ഷം വലിയ തോതിൽ ഉന്നയിച്ചിരുന്നു. അത് അടിയന്തര പ്രമേയമായി ചർച്ചയ്ക്ക് വരികയും സർക്കാരിൻ്റെ വാദവും മറുവാദവും ഒക്കെ ഉണ്ടായി. ഇന്നലെ സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകൾ പ്രസക്തമാണ്. അതിൽ പുതിയ ആക്ഷേപങ്ങളുണ്ട്, തെളിവുകൾ കൂടുതലുണ്ടെന്ന് പറയുന്നു. ഇന്ന് പ്രതിപക്ഷം സ്വാഭാവികമായും അതും സഭയിൽ കൊണ്ടുവരുമോ? ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ ഈ ആഴ്ച സഭ. സ്വാഭാവികമായും സഭ പ്രക്ഷുബ്ധമാകുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും അതിന് തന്നെയാണ് സാധ്യത. ഇന്ന് ഒരുപക്ഷെ അടിയന്തര പ്രമേയമായ വിഷയം ഉന്നയിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ വിഷയവുമായി ബന്ധപ്പെട്ട്, കാരണം സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഏത് രീതിയിൽ സഭയിൽ കൊണ്ടുവരും എന്നുള്ളതാണ് നിർണായകം. ഒരുപക്ഷെ ശ്രദ്ധ ക്ഷണിക്കലിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റ് ചോദ്യങ്ങളായോ ഒരുപക്ഷെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. നേരത്തെ തന്നെ
നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ഉപചോദ്യമായി ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സഭ തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധ പ്ലക്കാർഡുകളുമായി എല്ലാമായിരുന്നു പ്രതിപക്ഷം സഭയിൽ എത്തിയിരുന്നത്. ഇന്ന് അത്തരത്തിൽ പ്രതിഷേധ പ്ലക്കാർഡുകൾ ഉയർത്തുമോ എന്നുള്ളതും കണ്ടറിയണം. അതേസമയം കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അതുകൂടാതെ തൻ്റെ വെളിപ്പെടുത്തലുകൾ നിയമസഭയിലടക്കം ഇനിയും ഉന്നയിക്കും എന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത് തെറ്റാണ് എങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കാം. എന്തായാലും ഇനിയും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും എന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ അതൊരു പക്ഷേ വീണ്ടും സഭയിൽ ഏതെങ്കിലും രീതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇന്ന് അടിയന്തര പ്രമേയമായി വരാൻ സാധ്യത കൂടുതൽ ബഫർ സോൺ വിഷയമാണ്. ബഫർ സോൺ വിഷയത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. ഈ വിഷയം തന്നെ ബഫർ സോൺ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ കോടതി വിധി ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയ ചർച്ചയിലേക്ക് കടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയണമെങ്കിലും സർക്കാരിനും പ്രതിപക്ഷത്തിനും ബഫർ സോൺ വിഷയത്തിൽ ഒരേ നിലപാട് തന്നെയാണ്. ജനവാസ മേഖലകളെ ഒഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് വനമേഖലകൾ സംരക്ഷിക്കുക എന്നുള്ള നിലപാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുക, കൂടാതെ കേന്ദ്ര സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയ തീരുമാനങ്ങൾ തുടങ്ങിയ ആലോചനകളാണ് സർക്കാരിൻ്റെ ഭാഗത്തുള്ളത്. എന്തായാലും ബഫർ സോൺ വിഷയം അടിയന്തര പ്രമേയം വന്നാൽ അത് ചർച്ചയ്ക്കെടുക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഉമേഷ് കുടപിടിച്ചാണ് നിൽക്കുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്ന ആക്കുളത്തെ ഓഫീസിന്റെ പരിസരത്തും ഭയങ്കര നല്ല മഴയാണ്. ടൗണിലും നല്ല മഴയാണെന്ന് കരുതുന്നു. ഉമേഷ് നിൽക്കുന്ന കണ്ടാൽ അറിയാം നല്ല മഴയാണെന്ന്. സംസ്ഥാനത്ത് ഉടനീളം കാര്യമായ മഴ രേഖപ്പെടുത്തുന്നു എന്നാണോ? സാധാരണ ഈ മഴയെക്കുറിച്ചുള്ള ആധികാരികമായ വിവരങ്ങൾ അറിയാവുന്ന ഒരാളാണല്ലോ ഉമേഷ്. തീർച്ചയായും കഴിഞ്ഞ ദിവസം 4 മണിക്ക് ഇറക്കിയ അലേർട്ട് പ്രകാരമാണെങ്കിൽ ഇന്ന് കേരളത്തിൽ കാര്യമായ മഴ പെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാത്രി 1 മണിക്ക് പ്രത്യേക അലേർട്ട് ഇറക്കിയിരുന്നു. അതുപ്രകാരം കേരളത്തിൽ മുഴുവൻ ജില്ലകളിലും വ്യാപക മഴ, അതായത് അതിശക്തമായ മഴയിലേക്ക് കടന്നില്ല എങ്കിൽ പോലും യെല്ലോ അലർട്ടിന് സമാനമായ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പുണ്ടായിരുന്നു. പടിഞ്ഞാറൻ കാറ്റ് കഴിഞ്ഞ ദിവസം ശക്തമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്നലെ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചത്. ഇത്തരത്തിൽ സീസൺ ആരംഭിച്ചത്, അതായത് മൺസൂൺ സീസൺ ആരംഭിച്ച് ആദ്യമായിട്ടായിരുന്നു ഇന്നലെ ഓറഞ്ച് അലേർട്ടുകൾ പ്രഖ്യാപിച്ചത്. ഈ കാറ്റ്, അതായത് മൺസൂൺ കാറ്റ് ഇപ്പോഴും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. അതിൻ്റെ സ്വാധീനമാണ് ഇപ്പോൾ തെക്കൻ ജില്ലകളിലേക്കും മഴ വ്യാപിച്ചത്. ഇന്നലെ വടക്കൻ ജില്ലകളിൽ മഴ ശക്തമായിരുന്നു. എന്തായാലും തെക്കൻ ജില്ലകളിലേക്ക് മഴ വ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അലേർട്ടുകൾ നോക്കിയാൽ ഇന്ന് തെക്കൻ ജില്ലകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെല്ലാം ഗ്രീൻ അലേർട്ട് മാത്രമാണ്, അതായത് സാധാരണ മഴയ്ക്കുള്ള സാധ്യത മാത്രമാണ്. പക്ഷേ അങ്ങനെയല്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ മഴ തെക്കൻ ജില്ലകളിലും ശക്തമായിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ ഇന്നലെ മുതൽ തന്നെ ശക്തമായിരുന്നു. തെക്കൻ ജില്ലകളിലും മഴ ശക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 10 മണിയോടുകൂടി പുതിയ മഴ അലേർട്ടുകൾ വരും. നിലവിൽ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടെങ്കിലും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് മഴ ശക്തമാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തോരാതെ തുടരുന്നുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മതവികാരം വ്രണപ്പെടുത്തിയെന്ന കേസിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകൻ കൃഷ്ണരാജിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് വ്യാഖ്യാനമുണ്ടാകും. അത് ജീവന് ഭീഷണിയാകുമെന്നും കൃഷ്ണരാജ് വാദിച്ചിരുന്നു. KSRTC ഡ്രൈവറുടെ ചിത്രം ഉപയോഗിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ ഒരു മതത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന പരാതിയിലാണ് കൊച്ചി സെൻട്രൽ പോലീസ് കേസെടുത്തത്. KSRTC ജീവനക്കാർ പണിമുടക്കിലേക്ക് പോകാതെ പ്രേക്ഷക സമരം തുടരും. ശമ്പള പ്രതിസന്ധി പരിഹരിക്കുന്നതുവരെ സമരം തുടരാനാണ് മന്ത്രിതല ചർച്ചയ്ക്ക് ശേഷവും ജീവനക്കാരുടെ തീരുമാനം. പണിമുടക്കിലേക്ക് നീങ്ങുന്ന കാര്യം പിന്നീട് ആലോചിക്കുമെന്ന് യൂണിയനുകളും വ്യക്തമാക്കി. നൽകാനുള്ള ബാക്കി ശമ്പളം ഇന്ന് വിതരണം ചെയ്യും. തൊഴിലാളി യൂണിയനുകൾ സമരം തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ഗതാഗത മന്ത്രിയും മാനേജ്മെന്റ് പ്രതിനിധികളും അംഗീകൃത സംഘടനകളുമായി ചർച്ച നടത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷവും പണമുണ്ടെങ്കിൽ മാത്രമേ ശമ്പളം നൽകാൻ സാധിക്കൂ എന്ന നിലപാടിലായിരുന്നു മന്ത്രി. സമരം അവസാനിപ്പിക്കണമെന്നും യോഗത്തിൽ ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടു. ഇതിനൊരു സ്ഥായിയായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ഗവൺമെൻറ് തലത്തിൽ, സർക്കാർ തലത്തിൽ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ സമരം പിൻവലിക്കണം. നടന്നുകൊണ്ടിരിക്കുന്ന സമരം, അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാം, സമരം പിൻവലിക്കണം. സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു ഗുണകരമായിരിക്കില്ല. അതുകൊണ്ട് എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അക്രമ സമരങ്ങൾ ഒരു കാരണവശാൽ KSRTCയിൽ വെച്ച് ഉറപ്പിക്കുന്നതല്ല. എന്നാൽ കോടതിയിൽ മാനേജ്മെന്റ് നൽകിയ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശമ്പള വിതരണത്തിൽ ശാശ്വത പരിഹാരം വേണമെന്നും യൂണിയനുകൾ ആവശ്യപ്പെട്ടു. സമരം തുടരാനാണ് തീരുമാനമെന്ന് യൂണിയനുകൾ വ്യക്തമാക്കി.
പൂർണ്ണമായിട്ട് ശമ്പളം കൊടുത്തു തീരാത്തതുകൊണ്ടും ഈ ക്രൈസിസ് പരിഹരിക്കാത്തതുകൊണ്ടും ഞങ്ങൾ നടത്തി വരുന്ന പ്രക്ഷോഭ സമരങ്ങൾ അതേപടി തന്നെ തുടരും. ബഹുമാനപ്പെട്ട കോടതി വിധിയുടെയും കൂടി അടിസ്ഥാനത്തിൽ തുടർ പ്രക്ഷോഭങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കും. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ പൂർണ്ണമായ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സമരം തുടരും. അനിശ്ചിതകാല പണിമുടക്ക് നമ്മൾ മാറ്റിവെച്ചിരിക്കും. ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടരുക തന്നെ ചെയ്യും. സ്വാഭാവികമായിട്ട് കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലും കോടതിയുടെ സഹായത്തോടു കൂടിയും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടിയും ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ബാക്കി ജീവനക്കാരുടെ ശമ്പള വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇനിയും ശമ്പളം വൈകിയാൽ പണിമുടക്കടക്കമുള്ള സമരത്തിലേക്ക് നീങ്ങുമെന്ന് യൂണിയനുകൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അടുത്ത മാസം 5-ന് മുൻപ് ശമ്പള വിതരണം നടത്തിയില്ലെങ്കിൽ സമരത്തിന്റെ രീതി മാറുമെന്നാണ് യൂണിയനുകളുടെ മുന്നറിയിപ്പ്. ന്യൂസ് 18 തിരുവനന്തപുരം. വായ്പയെടുത്ത വീടുകളിൽ പെയിന്റ് കൊണ്ട് എഴുതി അതിക്രമം കാട്ടിയ സംഭവത്തിൽ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരെതിരെ പോലീസ് കേസെടുത്തു. അതേസമയം ജീവനക്കാരെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനം സസ്പെൻഡ് ചെയ്തു. ന്യൂസ് 18 ഫോളോ അപ്പ്. ചവറയിലെ പെയിന്റടി വിവാദത്തിലാണ് ജീവനക്കാർക്കെതിരെ പോലീസ് കേസ്. കളക്ഷൻ ചുമതലയുണ്ടായിരുന്ന നാഗസുബ്രഹ്മണ്യത്തിനെതിരെയാണ് കേസെടുത്തത്. നാഗസുബ്രഹ്മണ്യം, അതുൽ എന്നിവരെ അന്വേഷണ വിധേയമായി സ്ഥാപനം സസ്പെൻഡ് ചെയ്തു. ധന ഇടപാട് സ്ഥാപനത്തിലേക്ക് RYF പ്രവർത്തകർ മാർച്ച് നടത്തുകയും ഷട്ടറിൽ പെയിന്റ് എഴുതി പ്രതിഷേധിക്കുകയും ചെയ്തു. രണ്ട് തിരിച്ചടവുകൾ മാത്രം മുടങ്ങിയ വീടുകളിൽ ഉൾപ്പെടെയായിരുന്നു സ്പ്രേ പെയിന്റ് എഴുതിയുള്ള ജീവനക്കാരുടെ ക്രൂര നടപടി. ന്യൂസ് 18 കൊല്ലം. മോൺസൺ മാവുങ്കൽ പ്രതിയായ പുരാവസ്തു തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിനെതിരെ പരാതിക്കാർ. അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ കേസ് അട്ടിമറിച്ചതായി ഇവർ ആരോപിക്കുന്നു. കോടതി മേൽനോട്ടത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കത്തിലാണ് പരാതിക്കാർ. പുരാവസ്തു തട്ടിപ്പിൽ മോൻസൺ മാവുങ്കൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ചുള്ള നിരവധി തെളിവുകൾ അന്വേഷണ സംഘത്തിന് പരാതിക്കാരായ ഷമീറും ഷാനിമോനും കൈമാറിയിരുന്നു. നൽകിയ തെളിവുകളിൽ ഒന്നിലും അന്വേഷണം നടത്തുന്നില്ല. വാട്സാപ്പ് ചാറ്റ് വിവരങ്ങളും മറ്റ് തെളിവുകളും ഉണ്ടായിട്ടും IG ലക്ഷ്മണയെ പ്രതി ചേർത്തിട്ടുമില്ല. വിദേശ മലയാളികൾ അടക്കമുള്ളവരുടെ 10 കോടിയോളം രൂപ തട്ടിച്ച കേസിൽ മോൻസൺ മാവുങ്കലിന് എല്ലാ ഒത്താശയും ചെയ്ത ഉന്നതരെ സംരക്ഷിക്കുന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിൻ്റെതെന്ന് പരാതിക്കാർ പറയുന്നു. ഇതിന്റെ സ്റ്റാറ്റസ് ചോദിക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് CRPCയുടെ പുസ്തകം എടുത്ത് കാണിച്ചു തന്നു. ഞങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. നിങ്ങൾ പറയുന്ന ആളുകളൊന്നും ഞങ്ങൾക്ക് പരാതിയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. ഏത് CRPCയിലാണ് ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് പറയുന്നത്? CRPCയിൽ എവിടെ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് പറയുന്നുണ്ട്? നിങ്ങൾ ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ, ഇന്നയാളെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് ലോജിക്കലി ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത റീസൺ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ക്രൈംബ്രാഞ്ചിന് കിട്ടിയ വിവരങ്ങൾ. മോൻസന്റെ കലൂരിലെയും ചേർത്തലയിലെയും വീട്ടിൽ പരിശോധന നടത്തി പുരാവസ്തുക്കൾ ഉണ്ടെന്ന പോലീസ് നൽകിയ റിപ്പോർട്ടും തട്ടിപ്പിന് ഉപയോഗിച്ചു. ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന് വ്യക്തമായതിനാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ADGPയുടെ നേതൃത്വത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഞങ്ങളിപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ട് രണ്ടാമത് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ADGP റാങ്കിലുള്ള ഒരാളുടെ നേതൃത്വത്തിലെങ്കിലും ഈ കേസ് പുനരന്വേഷിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നഷ്ടപ്പെട്ട പണം കണ്ടെത്താനുള്ള ശ്രമങ്ങളൊന്നും ക്രൈംബ്രാഞ്ച് നടത്തുന്നില്ല. പണം ചെലവായ വഴികളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ലെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 കൊച്ചി. PSLV 53 ഇന്ന് വിക്ഷേപിക്കും. വൈകിട്ട് 6:02 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ രണ്ടാമത്തെ ലൗഞ്ച് പാഡിൽ നിന്നാണ് വിക്ഷേപണം. സിംഗപ്പൂരിൽ നിന്നുള്ള 3 പാസഞ്ചർ ഉപഗ്രഹങ്ങളുമായുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ഉപഗ്രഹ കരാർ ദൗത്യമാണ് ഇത്. വിക്ഷേപണ ദൗത്യത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചതായി ISRO അറിയിച്ചു. പുതിയ GST നിരക്കുകൾ ജൂലൈ 18 പ്രാബല്യത്തിൽ വരുന്നതോടെ പല അവശ്യ സാധനങ്ങൾക്കും വില ഉയരും. ഇതുവരെ നികുതി ഇല്ലാതിരുന്ന തൈര്, മോര് എന്നിവയ്ക്ക് 5% നികുതി ഏർപ്പെടുത്താൻ GST കൗൺസിൽ തീരുമാനിച്ചിരുന്നു. ഫ്രോസൺ അല്ലാതെ പാക്ക് ചെയ്ത മാംസം, മീൻ, തേൻ, ശർക്കര അടക്കമുള്ളവയ്ക്കും വില കൂടും. LED ലൈറ്റ്, വാട്ടർ പമ്പ്, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവയുടെ GST 12 നിന്ന് 18% ബാറ്ററി കിറ്റുള്ളതും ഇല്ലാത്തതുമായ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5% നികുതി ഉണ്ടാകും. ദിവസം 5000 രൂപയ്ക്ക് മുകളിൽ വാടകയുള്ള ആശുപത്രി മുറികൾക്ക് 5% നികുതി ഈടാക്കും. 18% നികുതി ഏർപ്പെടുത്തിയതോടെ ബാങ്ക് ചെക്ക് ബുക്കുകൾക്കും നിരക്ക് വർദ്ധിക്കും.
തമിഴ്നാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ ദേശീയ പതാക കന്യാകുമാരിയിൽ സ്ഥാപിച്ചു. കന്യാകുമാരി മഹാദാനപുരം ഭാഗത്താണ് 147.6 അടി ഉയരത്തിൽ 32 അടി വീതിയിലും 48 അടി നീളവുമുള്ള ദേശീയ പതാക സ്ഥാപിച്ചത്. ഇലക്ട്രിക് സംവിധാനം മൂലമാണ് പതാക ഉയർത്തിയത്. രാജ്യസഭാ MP വിജയകുമാറിന്റെ ഫണ്ടിൽ നിന്ന് 75 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പതാക സ്ഥാപിച്ചത്. പോലീസിനെ പേടിയില്ലാത്ത തത്തിയുടെ വിശേഷങ്ങളുടെ CIC-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്തയെയും പാണക്കാട് ഹൈദരലി തങ്ങളെയും വെല്ലുവിളിച്ചാണ് CIC ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചതെന്ന് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാർ ആരോപിച്ചു. CIC-യിൽ സമസ്തയ്ക്ക് നിയന്ത്രണം എടുത്തുകളയാൻ ശ്രമിച്ചുവെന്നും സുന്നി വിരുദ്ധർക്ക് സ്വാധീനമുണ്ടാക്കുന്ന തരത്തിൽ ഭരണഘടനാ ഭേദഗതി ചെയ്തുവെന്നും സമസ്ത ആരോപിക്കുന്നു. ലീഗ് ആശീർവാദത്തോടെയാണ് CIC സമസ്തയ്ക്കെതിരെ നീക്കം തുടങ്ങിയതെങ്കിലും ഇപ്പോൾ സാഹചര്യത്തിൽ പാണക്കാട് സാദിഖലി തങ്ങളുടെ പിന്തുണയില്ലെന്നാണ് സൂചന. CIC-യുമായുള്ള ബന്ധം വിച്ഛേദിക്കാനുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ വാർത്താക്കുറിപ്പ്. CIC ജനറൽ സെക്രട്ടറി ഹക്കീം ഫൈസി അതിർശ്ശേരി സമസ്തയുടെ താൽപര്യങ്ങൾക്കെതിരെ നേരത്തെ തന്നെ നീക്കം തുടങ്ങിയതായും ആലിക്കുട്ടി മുസ്ലിയാർ ആരോപിക്കുന്നു. സമസ്തയ്ക്ക് കീഴിൽ വളാഞ്ചേരി മർക്കസിൽ തുടങ്ങിയ വാഫി കോഴ്സ് പിന്നീട് സംഘടനയുടെ തീരുമാനമില്ലാതെ CIC-ക്ക് കീഴിലേക്ക് മാറ്റി. വാഫി ബിരുദ സർട്ടിഫിക്കറ്റ് സമസ്തയ്ക്ക് കീഴിൽ നൽകണമെന്ന് പാണക്കാട് ഹൈദരലി തങ്ങൾ രേഖാമൂലം ആവശ്യപ്പെട്ടെങ്കിലും ഹക്കീം ഫൈസി വെല്ലുവിളിച്ച് മുന്നോട്ടു പോയി. സമസ്തയുടെ ആശയാദർശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന ഭരണഘടനയിലെ ഭാഗം മാറ്റി സുന്നി വിരുദ്ധർക്ക് CIC-യിൽ സ്വാധീനമുണ്ടാക്കാൻ സഹായിച്ചു. സമസ്ത അധ്യക്ഷൻ ഉപദേശക സമിതി അംഗമായിരിക്കണമെന്ന ഭാഗം വെട്ടിമാറ്റി. വിവാഹിതരാകുന്ന പെൺകുട്ടികളെ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം മാറ്റണമെന്ന് സമസ്ത പലതവണ പറഞ്ഞുവെങ്കിലും അംഗീകരിച്ചില്ല. ഇങ്ങനെ പോകുന്നു CIC-ക്കും ജനറൽ സെക്രട്ടറിക്കുമെതിരെയുള്ള സമസ്തയുടെ കുറ്റപത്രം. വഫിയ സംവിധാനം തകർക്കാൻ കൂട്ടുനിൽക്കേണ്ടെന്ന് തീരുമാനിച്ചാണ് CIC-യുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചതെന്നും ആലിക്കുട്ടി മുസ്ലിയാർ വ്യക്തമാക്കുന്നു. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് അഥവാ CIC-ക്ക് കീഴിൽ സംസ്ഥാനത്ത് 90ഓളം സ്ഥാപനങ്ങളാണുള്ളത്. തർക്കമുടലെടുത്തതോടെ ഇതിൽ ഭൂരിപക്ഷവും സമസ്ത പക്ഷത്തേക്ക് മാറിയിട്ടുണ്ടെന്നാണ് സൂചന. നേരത്തെ മുസ്ലിം ലീഗ് ആശീർവാദത്തോടെയായിരുന്നു ഹക്കീം ഫൈസിയുടെ നീക്കങ്ങൾ. എന്നാൽ സമസ്ത കർശന നിലപാടെടുത്തതോടെ പാണക്കാട് സാദിഖലി തങ്ങൾ CIC-യെ കൈയൊഴിഞ്ഞതായാണ് സൂചന. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. ജീവിതത്തിൽ പാഷന് എത്ര പ്രാധാന്യമുണ്ടെന്ന് തെളിയിക്കുകയാണ് കോട്ടയം മാങ്ങാനം സ്വദേശിയായ സാഞ്ചന റേച്ചൽ ജേക്കബ്. പഠിച്ച വിഷയത്തിൽ നിന്ന് മാറി സ്വന്തം അഭിരുചി കണ്ടെത്തിയാണ് ലാൽ ജേക്കബ് ഷീജാലാൽ ദമ്പതികളുടെ മകൾ വിജയ വഴി കാണിച്ചു തരുന്നത്. ഞാൻ BVOC റീറ്റെയിൽ മാനേജ്മെൻറ്റ് ബിരുദം നേടിയിരിക്കുകയാണ് ചെന്നൈ MCC-യിൽ നിന്ന്. ഇപ്പം ഒരു മാസമായിട്ട് കഞ്ഞിക്കുഴി മടുക്കാനിക്കടുത്ത് മണ്ണ് ബൈ റായൽ എന്നൊരു പോട്രി സ്റ്റുഡിയോ തുടങ്ങിയിരിക്കുകയാണ്. മണ്ണുകൊണ്ട് കരവിരുത് കാണിക്കുന്ന പെൺകുട്ടി സാഞ്ചനയെ അങ്ങനെ പറയാം. സഞ്ജന, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കരിയർ തന്നെ ഇതാണ് എൻ്റെ കരിയർ എന്ന് തീരുമാനിക്കുന്നത്? എൻ്റെ കുഞ്ഞിലേ തൊട്ടുള്ള ഒരു പാഷനായിരുന്നു ആർട്ട് എന്നുള്ളത്. അതിലോട്ട് എൻ്റെ ബ്രദർ ഇൻ ലോ സാം അച്ചാച്ചൻ പോട്രി ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്കിതിലോട്ടൊരു പുള്ളിയൊരു സ്കൾപ്റ്റിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇറങ്ങിയത്. അങ്ങനെ ഇത് ഞാൻ എൻ്റെ പാഷനായിട്ട് തീരുമാനിച്ചു. 2 വർഷം എടുത്തു ഇതിൻ്റെ അകത്തൊന്ന് ഇറങ്ങാൻ വേണ്ടി. നോർമലി എല്ലാവരും ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ടീച്ചേഴ്സ് ആ ഒരു ഫീൽഡിലോട്ട് പോകുമ്പോഴും എനിക്ക് ആർട്ട് തന്നെ വേണമെന്നൊരു ഇതുണ്ടായിരുന്നു. അതിനെൻ്റെ പേരൻസ് കംപ്ലീറ്റ്ലി സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിങ്ങനൊരു സംരംഭം തുടങ്ങാൻ പറ്റി.
ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് പോട്രി ആണ്. ഇതെല്ലാം ഫ്രം ഈ ക്ലേ, ഇതൊരു ബേസിക് ക്ലേ ആണ്. ഇതിൽ നിന്ന് ഒരു സെറാമിക് പോട്ട് ഉണ്ടാക്കുന്നത് വരെ എൻ്റെ കൈവച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മെഷീൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നോർമലി കടകളിൽ എല്ലാവരും കാണുന്നത് മോൾഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെഷീൻസ് വെച്ച് കംപ്ലീറ്റ്ലി ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പെർഫെക്ഷനും കൂടുതലാണ്. ഹാൻഡ് മെയ്ഡ് ആകുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ഡിഫറൻസും വരും, എഫേർട്ടും നമ്മുടെ അടുത്ത് നിന്നുണ്ട്. ഇത് എനിക്ക് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ താല്പര്യവും. എനിക്ക് അതിൻ്റെ അകത്തെ നല്ലോണം ഇൻകം വരുന്നതും പഠിപ്പിക്കുന്നതിലൂടെയാണ്. 4 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തൊട്ട് നല്ല മുതിർന്നവർ വരെ എനിക്കിപ്പം ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. അവരെല്ലാവരെയും എനിക്ക് നന്നായിട്ട് പഠിപ്പിക്കാനും പറ്റുന്നുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ പ്രേരണയ്ക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ച് ഒന്നും ആകാനാകാതെ പോയവർക്ക് മുന്നിലാണ് സാഞ്ജന തൻ്റെ ജീവിതം കാണിച്ചു തരുന്നത്. ഒന്ന് സ്വയം ചോദിച്ചു നോക്കുക, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും. MP ഓഫീസിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ രാഹുലിന്റെ പ്രതികരണത്തിന് കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം. 3 ദിവസത്തെ മണ്ഡല പര്യടനത്തിൽ സുൽത്താൻ ബത്തേരിയിലും വണ്ടൂരിലും രാഷ്ട്രീയ പൊതുസമ്മേളനങ്ങളിൽ രാഹുൽ പങ്കെടുക്കും. കഴിഞ്ഞ മാർച്ചിലാണ് രാഹുൽ ഗാന്ധി ഒടുവിൽ വന്നുപോയത്. നാളെ വയനാട്ടിലെത്തുന്ന രാഹുൽ മറ്റന്നാൾ ഉച്ചവരെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സാധാരണ രാഹുലിന്റെ സന്ദർശനങ്ങളിൽ രാഷ്ട്രീയ പൊതുസമ്മേളനങ്ങൾ കുറവാണ്. ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന UDF ബഹുജന കൺവെൻഷനിൽ രാഹുൽ സംസാരിക്കും. ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടെ രാഹുൽ മലപ്പുറം ജില്ലയിലെത്തും. വണ്ടൂരിലാണ് രാഷ്ട്രീയ സമ്മേളനം. KC വേണുഗോപാൽ, K സുധാകരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ UDFിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും. ജൂലൈ മാസം 2-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് വണ്ടൂരിൽ ഉജ്ജ്വലമായ വരവേൽപ്പ് നൽകുകയാണ്. അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിനെതിരെ നിശിത വിമർശനങ്ങൾ ഉന്നയിക്കാറുള്ള രാഹുൽ പക്ഷേ LDFിനെതിരെ മയത്തിൽ മാത്രമേ പ്രതികരിക്കാറുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ രാഹുലിന്റെ നിലപാടറിയാൻ ഉറ്റുനോക്കുന്നുണ്ട് രാഷ്ട്രീയ വൃത്തങ്ങൾ. ഞായറാഴ്ച ചോക്കാട്, വാണിയമ്പലം, ചെറുകോട് എന്നിവിടങ്ങളിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത ശേഷം രാഹുൽ ഡൽഹിക്ക് മടങ്ങും. ന്യൂസ് 18 മലപ്പുറം. വർഗീയതയ്ക്കെതിരെ ജനമനസാക്ഷി എന്ന മുദ്രാവാക്യവുമായി ഗാന്ധിയൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ അനിശ്ചിതകാല ഉപവാസ സത്യാഗ്രഹം. ഡോക്ടർ ബാബു ജോസഫിന്റെ 10 നാൾ ഉപവാസം ഇന്ന് സമാപിക്കും. വിവിധ സംഘടനകൾ വരും ദിവസങ്ങളിൽ ഉപവാസ വേദിയിൽ എത്തും. കക്ഷി രാഷ്ട്രീയം നാട്ടിൽ വർഗീയത വളർത്തുമ്പോൾ സാംസ്കാരിക കേരളം നിശബ്ദത പാലിക്കരുത് എന്ന സന്ദേശവുമായാണ് ഗാന്ധിയൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള സഹന സമരം. രാഷ്ട്രീയ പ്രവർത്തനം വോട്ട് നേടാനുള്ള കൗശലമായി മാറുമ്പോൾ ജനങ്ങളുടെ കണ്ണു തുറപ്പിക്കുകയാണ് ഉപവാസത്തിന്റെ ലക്ഷ്യം. ഏത് സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ജനാധിപത്യ മതേതര കക്ഷികളായിരുന്നാലും അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ക്യാൻവാസിങ്, വോട്ടുപിടുത്തം അല്ലെങ്കിൽ വോട്ട് ബാങ്ക്, അതിൽ വോട്ട് കുത്താൻ തയ്യാറായിട്ട് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുമ്പോൾ എന്തിനാണ് വർഗീയതയുടെ പുറകെ പോകുന്നത്? അതൊരു തെറ്റായ പ്രവണതയാണ്, രാജ്യത്തിന് തന്നെ നാശമുണ്ടാക്കുന്ന കാര്യമാണ്. റിട്ടയർഡ് ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, പ്രൊഫസർ MK സാനു എന്നിവരടക്കമുള്ളവർ ഉൾപ്പെടുന്ന ഗാന്ധിയൻ കളക്റ്റീവിന്റെ നേതൃത്വത്തിലാണ് ഉപവാസം. ഡോക്ടർ ബാബു ജോസഫിന് പിന്നാലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം തുടരും. സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഗാന്ധി ദർശന പ്രഭാഷണങ്ങൾ, സിനിമാ പ്രദർശനം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. താരസംഘടനയായ അമ്മയെ ചൊല്ലി വാക്പോര് തുടരുന്നു. അമ്മ ക്ലബ്ബാണെന്ന് പ്രസിഡന്റ് മോഹൻലാൽ പറഞ്ഞാൽ സംഘടനയിൽ നിന്ന് രാജിവെക്കുമെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. ഇടവേള ബാബുവിനും ഷമ്മി തിലകിനുമെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഗണേഷ് കുമാർ പ്രതികരിച്ചത്. ഗണേഷ് കുമാറിന് ഇടവേള ബാബു അമ്മയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴി നൽകിയ മറുപടിയുടെ ചുവട് പിടിച്ചായിരുന്നു ഗണേഷ് കുമാറിന്റെ വാർത്താസമ്മേളനം. താൻ ചോദിച്ച ഒരു ചോദ്യത്തിനും ഇടവേള ബാബു മറുപടി പറഞ്ഞില്ലെന്ന് ഗണേഷ് കുമാർ ആരോപിച്ചു. അമ്മ ക്ലബ്ബാണ് എന്ന പ്രസ്താവനയിൽ ഇടവേള ബാബു വാശിയോടെ ഉറച്ചു നിൽക്കുന്നത് ആരെ സംരക്ഷിക്കാനാണെന്ന് ഗണേഷ് കുമാർ ചോദിച്ചു. പൊതുസമൂഹം അമ്മയെ ഉറ്റുനോക്കുമ്പോൾ, കേരളത്തിലെ മാധ്യമങ്ങൾ അമ്മയെ ഉറ്റുനോക്കുമ്പോൾ അമ്മ ഒരു ക്ലബ്ബാണ് എന്നൊക്കെ പറഞ്ഞ് നിസ്സാരവലി ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി? ആ സന്ദർഭം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഏത് സന്ദർഭത്തിലാണ് അമ്മയെ ഒരു ക്ലബ്ബാക്കി പ്രഖ്യാപിച്ചത്? ഇടവേള ബാബുവിന് ഒറ്റയ്ക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ അധികാരമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ മോഹൻലാലിന് എഴുതുന്ന കത്തിലെ ഒരു ചോദ്യം. ബിനീഷ് കോടിയേരി വിഷയം ചർച്ച ചെയ്ത യോഗത്തിൽ താൻ പങ്കെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ വിഷയത്തിൽ താൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതെന്ന് ഗണേഷ് കുമാർ ചോദിച്ചു.
ബിനീഷ് കോടിയേരിയുടെ കേസ് വിജയബാബുവിന്റേതുപോലെയല്ലെന്നും ഗണേഷ് കുമാർ. ബിനീഷ് കോടിയേരി ഒരു രാഷ്ട്രീയക്കാരനല്ല. ബിനീഷ് കോടിയേരി ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ കേസിന് ഇതിനായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ പേരിൽ അമ്മയെന്ന് പുറത്താക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ മയക്കുമരുന്ന് കേസെന്നൊരു ചാർജേ ഇല്ല. ഷമ്മി തിലകന്റെ വാദങ്ങളും ഗണേഷ് കുമാർ തള്ളി. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന പ്രയോഗമാണ് ഷമ്മിയുടെ പരാമർശങ്ങൾക്ക് മറുപടിയെന്ന് ഗണേഷ്. അമ്മയുടെ വാർഷിക ജനറൽ ബോഡി കഴിഞ്ഞ് ദിവസം 3 പിന്നിട്ടിട്ടും വാക്പോര് തുടരുന്നത് സംഘടനയ്ക്ക് തലവേദനയായിരിക്കുകയാണ്. ന്യൂസ് 18 കൊല്ലം. നേമം റെയിൽവേ കോച്ചിംഗ് ടെർമിനൽ പദ്ധതി ഉപേക്ഷിച്ച കേന്ദ്ര സർക്കാർ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ പ്രമേയം പാസാക്കി. LDF, UDF അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു. BJP കൌൺസിലർമാർ വിട്ടുനിന്നു. നേമം റെയിൽവേ ടെർമിനൽ പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. പദ്ധതി ഉപേക്ഷിച്ചതിനെതിരെ ഇടതു സംഘടനകൾ സംയുക്തമായി സമരം ആരംഭിക്കാനിരിക്കെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രമേയം അവതരിപ്പിച്ചത്. മേയർ ആര്യ രാജേന്ദ്രൻ അവതരിപ്പിച്ച പ്രമേയം LDF, UDF അംഗങ്ങൾ പിന്തുണച്ചു. എന്നാൽ വിട്ടുനിൽക്കുന്നുവെന്ന സമീപനമാണ് BJP കൌൺസിലർമാർ സ്വീകരിച്ചത്. ജില്ലയുടെ വികസനത്തിൽ നിർണായക പങ്കുള്ള പദ്ധതി ഏകപക്ഷീയമായി ഉപേക്ഷിച്ച വിവരം ഞെട്ടിച്ചതായി മേയർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ അഗ്നിപഥ് പദ്ധതി പിൻവലിക്കണമെന്ന പ്രമേയവും കോർപ്പറേഷൻ കൌൺസിൽ പാസാക്കി. UDF അംഗങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചപ്പോൾ BJP എതിർത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് വേങ്ങേരി മൊത്തവിപണന കേന്ദ്രത്തിന് സമീപം ആഗ്രോ ബസാറിനായി കണ്ടെത്തിയ ഭൂമി ഏറ്റെടുക്കുന്ന നടപടി വൈകുന്നു. കാടുമൂടി കിടക്കുന്ന ഈ 2.5 ഏക്കർ ഭൂമിയിലാണ് ഇപ്പോൾ മാലിന്യം തള്ളുന്നത്. വേങ്ങേരിയിൽ കൃഷിവകുപ്പിന് 20 ഏക്കർ ഭൂമിയുണ്ട്. ഇതിൽ അഗ്രോ ബസാറിനു വേണ്ടി ആവശ്യം വരിക 2 ഏക്കർ ഭൂമിയാണ്. അഗ്രോ ബസാറിന് കൃഷിവകുപ്പ് കണ്ടെത്തിയ ഭൂമിയാണിത്. കാട് മൂടിയ ഈ 2.5 ഏക്കർ ഭൂമിയിലാണ് മാലിന്യങ്ങൾ തള്ളുന്നത്. രണ്ടായിരത്തി 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് പലയിടങ്ങളിലും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളും തള്ളിയത് ഈ ഭൂമിയിലാണ്. ഇത് എത്രയോ കാലങ്ങളായിട്ട് കാടുമൂടി കിടക്കുകയാണ്. ഇതിലിപ്പോൾ ഏറ്റവും വലിയ അബദ്ധമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ കോർപ്പറേഷൻ്റെ വേസ്റ്റ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് കൊണ്ടുവച്ചൊരു വേസ്റ്റ് ഉണ്ട്. അത് ഇതുവരെ മാറ്റിയില്ല. അത് മാറ്റേണ്ടത് കോർപ്പറേഷനാണ്. ഇവിടുത്തെ അധികൃതർ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടും അത് മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ കോർപ്പറേഷൻ എന്തായാലും ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നേ ഇല്ല. ഇത്രയും സ്ഥലം വേസ്റ്റായി കിടക്കുക. അഗ്രോ ബസാർ പദ്ധതി നടപ്പായാൽ കർഷകർക്ക് ഉപകരണങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ സബ്സിഡി നിരക്കിൽ ലഭ്യമാകും. സംരംഭകർക്കും പ്രയോജനകരമാകും പദ്ധതി. വൈകാണ്ട് തന്നെ തുടങ്ങാം. സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്ത് പരമാവധി ഈ പ്രാവശ്യം തന്നെ തുടങ്ങാനുള്ള സംവിധാനം ചെയ്യാനാണ് നമ്മൾ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പാർട്ടി ജില്ലാ സെക്രട്ടറിയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. കാടുമൂടിയ ഈ ഭൂമിയിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടിയത് ഏതാനും നാളുകൾക്ക് മുമ്പാണ്. കർഷകർക്കും സംരംഭകർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് നിർദ്ദിഷ്ട അഗ്രോ ബസാർ പദ്ധതി. എന്നാൽ അധികാരികളുടെ അനാസ്ഥ കാരണം ഈ പദ്ധതി പ്രദേശം മാലിന്യ സംസ്കരണ കേന്ദ്രമായി കിടക്കുന്നു. ക്യാമറാമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കോതമംഗലത്ത് സ്കൂൾ ബസ്സിന് മുന്നിലൂടെ റോഡ് മുറിച്ചു കടന്ന് കാട്ടാനക്കൂട്ടം. കുട്ടികൾക്ക് ആ കാഴ്ച ഒരേ സമയം അമ്പരപ്പും കൗതുകവുമായി. കഴിഞ്ഞ ദിവസം ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന പ്രദേശത്താണ് സംഭവം. നേരം പട്ടാപ്പകൽ. കുട്ടമ്പുഴ പിണവൂർക്കുടി റോഡിലൂടെ കുട്ടികൾ ബസ്സിൽ സ്കൂളിലേക്ക്. മുത്തനാമുടിയിലെത്തിയപ്പോൾ ബസ് ബ്രേക്കിട്ടു. മുന്നിലൂടെ മറുവശത്തേക്ക് നടന്ന് കാട്ടാനക്കൂട്ടം. ചെറുതും വലുതുമായ 20ഓളം എണ്ണം. കാട്ടാനകൾ കടന്നു പോകും വരെ ബസ് നിർത്തിയിട്ടു. അമ്പരപ്പോടെ കൗതുകത്തോടെ കുട്ടികൾ. ബസ് ജീവനക്കാരാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. കുട്ടികളിൽ ചിലർ ഭയന്നു പോയെന്ന് ബസ് ഡ്രൈവർ ജോബി. പിള്ളേരെ എടുത്ത് തിരിച്ചു വന്ന വഴിക്ക് മുത്തനാമുടി കഴിഞ്ഞ് ഒരു കൂട്ടം ആന പെട്ടെന്ന് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വന്നു. പെട്ടെന്ന് വണ്ടി നിർത്തി. കുറച്ച് പിള്ളേർക്ക് ഭയങ്കര പേടിയായി പോയി. ബാക്കിയുള്ളവർക്ക് കുറച്ച് പേർക്ക് ഭയങ്കര ആശ്ചര്യമൊക്കെ ആയിരുന്നു.
എന്നിരുന്നാലും ഈ വഴിക്ക് ഇങ്ങനെ ആനകൾ തന്നെ ഇടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് വണ്ടിയുടെ മുമ്പിലേക്ക് ഇത്രയും ഒരു 10-30ഓളം വരുന്ന ഒരു ആനക്കൂട്ടം പെട്ടെന്ന് വണ്ടിയുടെ മുമ്പിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ഇതേയിടത്താണ് ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. വനം വകുപ്പിന്റെ അനാസ്ഥയാണെന്ന് നാട്ടുകാർ ആവർത്തിക്കുന്നു. ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. പകൽ സമയങ്ങളിൽ വാച്ചറെ നിയമിക്കണം എന്നുള്ള ആവശ്യം പണ്ടേ ജനങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. കുട്ടമ്പുഴ വിമല പബ്ലിക് സ്കൂളിലേക്ക് കുട്ടികളെയും കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനത്തിന് മുമ്പിലേക്ക് 30ഓളം വരുന്ന ആനക്കൂട്ടം വട്ടം ചാടുകയും കുട്ടികളെല്ലാം ആകപ്പാടെ അങ്കലാപ്പിലാകുകയും പേടിച്ചരണ്ടു പോവുകയും ചെയ്തു. ഇതിൽ കൂടി യാത്ര ചെയ്യുന്ന കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും യാതൊരു സുരക്ഷയും കിട്ടുന്നില്ല. ആനകൾ ആക്രമിക്കാതിരുന്നത് ഭാഗ്യമായെന്നും നാട്ടുകാർ. ന്യൂസ് 18 കോതമംഗലം. ഇതൊരു കഥയല്ല. പോലീസുകാരനും തത്തയും തമ്മിലെ ആത്മബന്ധത്തിന്റെ നേർക്കാഴ്ചയാണ്. പറക്കാൻ വിട്ട് സ്നേഹിച്ച കുടുംബത്തോട് തത്തി എന്ന തത്തയ്ക്ക് വല്ലാത്ത അടുപ്പമാണ്. മങ്ങാട് സ്വദേശി ഡാനിയൽ കൊല്ലം AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറാണ്. ഒരു നാൾ ഡ്യൂട്ടി കഴിഞ്ഞു മടങ്ങുമ്പോൾ ഒരു തത്തയെ വാങ്ങി. തത്തി എന്ന് പേരിട്ട് ഓമനിച്ചു വളർത്തി. കൂട്ടിലടച്ചിടാതെ പറക്കാൻ വിട്ടു. അതോടെ സ്നേഹത്തിന് ആഴമേറി. ഡാനിയൽ ഡ്യൂട്ടിക്ക് പോയാൽ പിന്നെ തത്തിയുടെ ചുമതല ഭാര്യ താരയ്ക്കും മക്കൾക്കുമാണ്. 1 വർഷമായപ്പോഴേക്കും തത്തി സംസാരിച്ചു തുടങ്ങി. ഫോണിൽ കളിക്കാനും TV കാണാനുമാണ് ഇവൾക്കേറെ ഇഷ്ടം. കിട്ടിയിട്ട് ഇപ്പോൾ 2 വർഷത്തോളം 20 ഒരു അക്വറിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം 1 വർഷമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ പറയുന്ന കണക്കൊക്കെ പട്ടിയുടെ സൗണ്ട്, പൂച്ചയുടെ സൗണ്ട്, പിന്നെ അങ്ങനെ ഓരോ പേരൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. പിന്നെ രാത്രിയൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മളെ പിറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ് പണി. തലയിലേക്ക് എറിയുന്നത് കൊത്തിയിരിക്കും. പിന്നെ മൊബൈൽ കാണുന്നതാണ് പ്രധാനം. നമ്മൾ അതിന് ഇടയ്ക്ക് അടക്കാൻ ചെന്ന് കഴിഞ്ഞാൽ കയ്യിലൊക്കെ കയറി കൊത്തിക്കളയും. ഡാനിയൽ തിരിച്ചെത്തുമ്പോൾ എവിടെയാണേലും തത്തി പാഞ്ഞെത്തും. പിന്നെ കയ്യിലെടുത്ത് കൊഞ്ചിക്കണം, തലോടണം. കുടുംബം എന്തു പറയുന്നുവോ അതനുസരിച്ചാണ് തത്തിക്ക് ശീലം. ചെണ്ട കൊട്ടാൻ പറഞ്ഞാൽ അത് ചെയ്യും. വീട്ടിലെ പൂച്ചയുടെയും നായ്ക്കുട്ടിയുടെയും പേര് വരെ തത്തിക്കറിയാം. കൊടുക്കുന്നത് സന്തോഷത്തോടെ കഴിക്കും. ഒരിക്കൽ വീട്ടിലെത്തിയ ഡാനിയലിന്റെ സുഹൃത്തിന് തത്തിയെ ഒരുപാട് ഇഷ്ടമായി. 2000 രൂപ വില പറഞ്ഞു. ഡാനിയലിന്റെ മറുപടി ഇതായിരുന്നു: ഞങ്ങൾക്കിപ്പോൾ 2 അല്ല 3 മക്കളാണ്. ന്യൂസ് 18 കൊല്ലം. കണ്ണൂർ പെരുമ്പടവിൽ സ്വത്ത് കൈക്കലാക്കി ഭർത്താവും മകളും വീട്ടമ്മയെ തെരുവിൽ ഉപേക്ഷിച്ചതായി പരാതി. പാങ്ങച്ചിക്കാട് സ്വദേശിനി ഇന്ദിരയാണ് സ്വന്തം വീട്ടിൽ കയറാനാകാതെ അയൽ വീടുകളിൽ കഴിയുന്നത്. ഇത് ഇന്ദിര സുകുമാരൻ. 61 വയസ്സുണ്ട്. 43 വർഷം മുൻപാണ് സുകുമാരനുമായി ഇവരുടെ വിവാഹം കഴിഞ്ഞത്. കഴിഞ്ഞ 42 വർഷവും ഏറെ സ്നേഹത്തോടെയാണ് ഇരുവരും കുടുംബജീവിതം നയിച്ചത്. കഴിഞ്ഞ വർഷം മൂത്ത മകൾ വീട്ടിൽ താമസത്തിനെത്തിയതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. സുകുമാരന്റെ പേരിലുള്ള 75 സെന്റ് സ്ഥലം ഇന്ദിര അറിയാതെ മൂത്ത മകൾ കൈക്കലാക്കി. ഇതോടെ ഇന്ദിരയെയും ഇളയ മകളെയും സുകുമാരനും മൂത്ത മകളും വീട്ടിൽ നിന്ന് ഇറക്കിവിടുകയായിരുന്നു. ഭർത്താവും മകളും ചേർന്ന് പലതവണ തന്നെ ദേഹോപദ്രവം ചെയ്തിരുന്നുവെന്നും ഇന്ദിര പറയുന്നു. എനിക്കൊരു മോചനം കിട്ടുമില്ലെന്നറിയാൻ ജീവിക്കാൻ ഒരു വഴിയില്ല. അല്ലെ മിനിഞ്ഞാത് ഒന്ന് കൊല്ലാൻ തുടങ്ങിയതായത്. കെട്ടിയവനും ബിന്ദു മൂത്ത മകള്, അവളുടെ കെട്ടിയ മുകേഷ് പിടിച്ചു നിർത്തി 19 വയസ്സുള്ള ഒരു കൊച്ചിനെ കൊണ്ട് തല്ലിച്ച് അവരുടെ കൊച്ച. സംഭവം വിവാദമായതോടെ നാട്ടുമധ്യസ്ഥം ചേരുകയും ഇന്ദിരയ്ക്കും ഇളയ മകൾക്കും അവരുടെ ഓഹരി നൽകാമെന്ന് ഇരുവരും സമ്മതിക്കുകയും ചെയ്തു.
എന്നാൽ പിന്നീട് വ്യവസ്ഥകളെല്ലാം ഇവർ ലംഘിക്കുകയായിരുന്നു. കയറി കിടക്കാൻ വീടില്ലാതെ വന്നതോടെ ഇളയ മകൾ ബംഗളൂരുവിലുള്ള ജോലിസ്ഥലത്തേക്കും ഇന്ദിര അയൽ വീടുകളിലേക്കും താമസം മാറി. ഭൂമിയിൽ ഒരു അമ്മക്കും ഇത്തരത്തിലൊരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം എന്ന് വെച്ചാൽ നീതി കിട്ടുന്നില്ല. കാരണം 43 വർഷം കൂടെ താമസിച്ചിട്ട് ഭർത്താവ് നടവഴി ഇങ്ങനെ ഒഴിവാക്കി പോവുക എന്ന് പറയുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അവർക്ക് നീതി കിട്ടണം. അവർക്ക് 75 സെൻറ്റ് സ്ഥലവും വീടുമായിരുന്നു. അവരെ അമ്മേൻ്റെ അച്ഛനും കൂടെ രണ്ടുപേരും കൂടെ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്താണ്. അപ്പോൾ അത് പൂർണ്ണമായും ഒരു മോൾക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി നാട്ടുകാർക്ക് പറ്റുന്നില്ല. തനിക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷനുകളിലും മറ്റും കയറിയിറങ്ങിയെങ്കിലും കുടുംബ പ്രശ്നമായതിനാൽ പോലീസിനും കാര്യമായ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞില്ല. കയറി കിടക്കാൻ ഒരിടം വേണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ദിര. ഇതേസമയം ഇന്ദിരയുടേത് ആരോപണം മാത്രമാണെന്നും താൻ ആരെയും ഇറക്കിവിട്ടിട്ടില്ലെന്നും സുകുമാരൻ പറയുന്നു. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ന്യൂസ് 18 ആലക്കോട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.